Abhi, let's go. Okay. Hi friends, welcome back to my channel. എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഞങ്ങൾ പുറത്തു പോവാൻ ഫുഡ് എല്ലാം പാക്ക് ചെയ്തു, കഴിക്കാനുള്ളതെല്ലാം എടുത്തു, എല്ലാവരും റെഡിയാണ്. ഇവിടൊക്കെയാണ് നമ്മൾ പോകുന്നതെന്നൊക്കെ നമുക്ക് പോകുന്ന വഴി പയ്യെ കണ്ട് പോവാം. ഓക്കെ, ഇപ്പൊ തന്നെ സമയം 1 മണി ആയിട്ടുണ്ട്. അപ്പോ എന്തായാലും കുറച്ചൊന്ന് ഡ്രൈവ് ചെയ്ത് പോയിട്ട് ഫുഡൊക്കെ കഴിക്കാവുന്നതാണ് നമ്മളിപ്പോ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇറങ്ങാം. ഓക്കെ, ചൂടുണ്ടോ? നല്ല ചൂടുണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങളപ്പം നട്ടുച്ച സമയത്ത് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങള് ആദ്യം ലുലുവിലോട്ടാട്ടോ വന്നേക്കുന്നത്. ഇവിടെ നല്ലൊരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. അങ്ങനെ ഞങ്ങൾ കാറിനകത്തിരുന്ന് ഫുഡെല്ലാം കഴിക്കാനിട്ട് അഭിമോ എന്താ അവിടെ ഇരുന്നിട്ട് ഫ്രൂട്ട്സ് കഴിക്കണോ, ഞങ്ങൾ രണ്ടുപേരും ചോറ് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് നേരെ ലുലുവിലേക്ക്. ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ താമസിക്കുന്നിടത്ത് കിട്ടാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട് ലുലുവിൽ നിന്ന് നമ്മൾ വാങ്ങാറുള്ളത്. അങ്ങനെ ആ സെക്ഷനിൽ പോയി മാവ്, പിന്നെ ഗ്രൈൻഡ് ആയിട്ടുള്ള കോക്കനട്ട്, ഇത് രണ്ടുമാണ് എനിക്ക് മെയിനായിട്ട് ഞാൻ ലുലുവിൽ വരുമ്പോൾ വാങ്ങിക്കാറ്. പിന്നെ വേറൊരു ഐറ്റവും കൂടി ഉണ്ട്, നമ്മുടെ അവിയൽ, സാമ്പാർ, അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പീസുകളെല്ലാം നല്ല കട്ട് ചെയ്ത് നീറ്റായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. ലുലുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അമീസ് റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ കോബാലിൽ ഇതിന് മുമ്പ് വന്നപ്പോൾ അവിടെ നിന്ന് കേട്ടോ ബിരിയാണി കഴിച്ചത്. നല്ല ബിരിയാണി ആയിരുന്നു. അപ്പം നമ്മൾ അത് നോക്കി അവിടെ തന്നെ കയറി ചായയും സ്നാക്സും കഴിച്ചിട്ട് ഒരു ചിക്കൻ കറി പാഴ്സലും വാങ്ങിയിട്ട് മറ്റൊരിടത്തേക്ക് പോയി. അത് ഏട്ടനോട് പറയാതെ കൊണ്ടുപോയത്. അതുകൊണ്ട് ഞാനൊരു ഐഡിയ ഇല്ലാതെ ഏട്ടനോട് ചോദിക്കുകയാണ് ഇത് എവിടെയാണെന്ന്. ഈ മനുഷ്യൻ എവിടാന്ന് പറയാതെ എന്നെ എവിടെയോ ഒരിടത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ട്, ബട്ട് നോ ഐഡിയ. നമ്മൾ കോബാറിലുള്ള സൈടെക് സയൻറ്റിഫിക് സെൻറ്ററിലേക്കാട്ടോ പോയിരിക്കുന്നത്. അങ്ങനെ കയറി ചെല്ലുമ്പോൾ കുറേ മിനിയേച്ചേഴ്സാണ്. അതായത് നമ്മൾ നിൽക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചറും, അതുപോലെ ഇതൊരു കോസ്റ്റൽ ഏരിയ, ഒരു ബ്രിഡ്ജ്, അങ്ങനെ എന്തൊക്കെയോ മിനിയേച്ചേഴ്സ് ആട്ടോ. ഇത് കൂടാതെ അവിടെ ഉണ്ടായിരുന്നത് കുറേ എക്സിബിഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ടിക്കറ്റ് ഉണ്ട് അവിടെ കേട്ടോ. അപ്പോൾ ഐമാക്സിന് മാത്രമേ ഒരു ടിക്കറ്റ് വാങ്ങിക്കുന്നുള്ളൂ. അഭിമോൻ ദാ അവിടെ ഭയങ്കര കളിക്കുട്ടികളുമായിട്ട്. അങ്ങനെ ആദ്യത്തേത് ഒരു അക്വേറിയമാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ സീ എന്ന് പറഞ്ഞിട്ടാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഫിഷുകൾ ഉണ്ടായിരുന്നു. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആമയുണ്ടായിരുന്നു. ചെറിയൊരു സ്പേസിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. അഭിമോൻ ഒത്തിരി ഇഷ്ടമായി. പക്ഷെ ഞങ്ങൾ ഇതിന് മുമ്പ് നമ്മുടെ ടണൽ ഉണ്ടല്ലോ, അക്വേറിയം ടണൽ കൊല്ലത്ത് വന്നപ്പോൾ അത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ അത്ര ഭയങ്കര വാവ് ഫീൽ അല്ലായിരുന്നു. ബട്ട് നൈസ്, അഭിമോന് ഒത്തിരി ഇഷ്ടമായി. അടുത്തത് അവർ ലിവിങ് വേൾഡ് ആയിരുന്നു. അവിടെ വന്നിട്ട് ബ്രെയിൻ, കിഡ്നി, ലെൻസ്, അങ്ങനെ നമ്മളുടെ ശരീര അവയവങ്ങളെ, ബോഡി പാർട്സ് എല്ലാം അവിടെ നമുക്ക് കാണാനും അതിൻ്റെ പ്രവർത്തനത്തെ പറ്റിയുള്ള വിശദീകരണങ്ങളും അതായിരുന്നു ആ ഒരു സെക്ഷൻ. അടുത്തൊരു സെക്ഷനിലുണ്ടായിരുന്നത് എർത്ത്, സ്പേസ്, ഒരു ഗ്ലോബ് ഉണ്ട്. ഇതിനകത്ത് കയറി കഴിയുമ്പം നമ്മുടെ എർത്തിൻ്റെ ഓരോ ലെയേഴ്സിനെ പറ്റി അവിടെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് കുട്ടികളുടെ ഒരു സെക്ഷനായിരുന്നു. അവിടെ കുറേ ഗെയിംസ് ഉണ്ട്. സിഗ്നൽസിനെ പറ്റിയുള്ള ഒരു അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള പ്ലേ സ്റ്റേഷൻസ് ഉണ്ട്. അങ്ങനെ പഠനവും കളിയും കൂടെ ചേർത്തിട്ടുള്ള ഒരു സെക്ഷനായിരുന്നു അത്. സോ നമുക്കപ്പോൾ ഇനി ഐമാക്സിലേക്ക് കയറാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അവിടെ ഇട്ടതൊരു ഡോക്യുമെൻ്ററി ആയിരുന്നു, ഡൈനോയിനെ കുറിച്ചിട്ടുള്ള ഡൈനോയിൻ്റെ ഒരു ഹിസ്റ്ററി ആയിരുന്നു. ആക്ച്വലി ഞാനിതൊന്ന് കാണണമെന്ന് വിചാരിച്ചതായിരുന്നു. എനിക്ക് ആ ഒരു ഹിസ്റ്ററി അറിയണമെന്നുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അഭിമോനും നന്നായി ഇഷ്ടമായി. കാരണം ഇവിടുത്തെ തിയേറ്ററിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവനൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയതും ഡൈനോയും കണ്ടതും അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ക ഐമാക്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മൾ കോയമ്പത്തൂർ പോയിട്ട് ഞാൻ ഒരു വട്ടം ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയല്ല. ബട്ട് ഇത് ഭയങ്കര ഒരു വലിയ സ്ക്രീനായിരുന്നു. പിന്നെന്താ പറയുക, എന്തായാലും എനിക്ക് ഇഷ്ടമായി. പക്ക ഐമാക്സിൻ്റെ ഒരു ഫീലാണോ എന്ന് ചോദിച്ചാൽ അല്ല. എനിവേ കൊള്ളായിരുന്നു. എക്സിബിഷൻ അവർ പൈസയൊന്നും വാങ്ങാതാണ് കേട്ടോ നമുക്ക് എൻട്രി. കാരണം അവിടെ എല്ലാം ഒന്നും പ്രോപ്പറല്ല, എല്ലാം ഒന്നും വർക്കിംഗ് അല്ല. അതുകൊണ്ട് തന്നെ അവിടെ കയറുന്നതിന് പ്രത്യേകിച്ച് ഫീസ് വേണ്ട. പക്ഷേ ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനായിട്ട് 25 റിയാലാണ് ഒരാൾക്കായത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.